ദൈവനാമത്തിന് മഹത്വം. കാക്ക വന്ന വഴികൾ എന്ന പ്രോഗ്രാമിലൂടെ എന്നെ ശ്രമിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. എൻ്റെ ജീവിതത്തിൽ കാക്ക വന്ന ചില അനുഭവങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായി എൻ്റെ പേര് സജിൻ മർക്കോസ് എന്നാണ്. കൊട്ടാരക്കര സ്വദേശിയാണ്. മാതാവ്, പിതാവ്, സഹോദരൻ എന്നിവരുണ്ട്. ഇപ്പോൾ ദൈവവേലയുടെ ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നു. എൻ്റെ ചില അനുഭവങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് +1 +2 സമയത്ത് നടന്നാണ് പോവുകയും വരികയൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരികെ വരുമ്പോൾ, ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നിച്ച് തിരികെ വരുമ്പോൾ ഇടസമയങ്ങളിൽ വിശ്രമിക്കാൻ ചില ഒരു പ്ലേസ് ഞങ്ങൾക്ക് പ്രത്യേകമുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ ചില ലഹരി വസ്തുക്കളും മറ്റും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു പെന്തക്കോസ്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഇത്തിരി മാറിയിരിക്കാറുണ്ട്. അപ്പോൾ ചില ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ എൻ്റെ സ്നേഹമുള്ളൊരു സുഹൃത്ത് പറഞ്ഞു, സജിൻ, നീ ഒരു പക്ഷേ വലുതാവുമ്പോൾ പാസ്റ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ നിനക്ക് അനുഭവ സാക്ഷ്യത്തിലൂടെ നിനക്ക് പറയാം, ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാൻ എന്നോട് പറഞ്ഞു. ഞാനും ചിന്തിച്ചു, ശരിയാണല്ലോ, വലുതാവുമ്പോൾ എന്താണ് എൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ പറയാനുള്ളത്. കാരണം ഞങ്ങളുടെ നാട്ടിൽ എല്ലാ വർഷവും ഒരു 40 ദിവസം ഉപവാസ പ്രാർത്ഥന ഒരു പാസ്റ്റർ നടത്താറുണ്ട്. അപ്പോൾ അവിടെ ഗസ്റ്റായിട്ട് വരുന്ന പാസ്റ്റർമാരെല്ലാം അവർക്ക് കൊടുക്കുന്ന സമയത്ത് അവർ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ അവർ പറയാത്ത ചില ഭാഗങ്ങളുണ്ട്. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത്. മറ്റു ചിലർ പറയും, ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു, അവിടെ നിന്ന് ദൈവം എന്നെ വിടിവിച്ചു. മറ്റു ചിലർ പറയും, ഞാൻ സാമുദായിക ചുറ്റുപാടിൽ നിന്നാണ് ദൈവം എന്നെ വിടിവിച്ചത്. അങ്ങനെ പല അനുഭവങ്ങൾ പറയും. പക്ഷേ ഇതെല്ലാം എൻ്റെ സ്നേഹിതന്മാർ ഉള്ളതാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ എന്നോടൊരു ചോദ്യം ചെയ്തത്, നീ നിനക്ക് വലുതാകുമ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ സാക്ഷി പറയാമെന്ന്. ഞാൻ ചിന്തിച്ചു, ശരിയാണല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല സാക്ഷ്യം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഒരുപക്ഷെ ഞാൻ വലുതാകുമ്പോൾ പാസ്റ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താണ് ഞാൻ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യമായിട്ട് പറയാനുള്ളത്? പാടെ ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്ന് പറയുമ്പോൾ എൻ്റെ സാക്ഷി അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത്, മോനെ, അതൊക്കെ ദൈവം തരുന്നതാണ്, ദൈവമാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനവധി അത്ഭുതങ്ങളും അതിശയ പ്രവർത്തികളും ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് കാക്ക വന്ന ചില അനുഭവങ്ങൾ മാത്രമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ബൈബിൾ കോളേജിൻ്റെ പഠനാനന്തരം നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ഒരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ വന്നു. ഞാനിങ്ങനെ പറയാറുണ്ട്, എൻ്റെ അമ്മാച്ചമാരോ വിഭവന്മാരൊന്നും നോർത്ത് ഇന്ത്യയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് എങ്ങനെ അങ്ങോട്ട് പോകുന്നത്, ആരാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നതെന്ന് ഒരു സംശയങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ബൈബിൾ കോളേജിൽ പഠിച്ച പാസ്റ്റർ ഫ്രാങ്ക്ലിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജിൻ, നീ നാട്ടിൽ നിൽക്കണ്ട, മിനിസ്ട്രി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വണ്ടി കയറിക്കോളാൻ പറഞ്ഞു. അത് അനന്തരം ഞാൻ പെട്ടെന്ന് തന്നെ നാട്ടിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്ക് വണ്ടി കയറി. ഞാൻ വണ്ടി കയറുന്ന സമയത്ത് ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്നില്ല, മോനെ, നീ ധൈര്യമായിട്ട് പോയിക്കോ, നിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ഒരിക്കലും ഭവനത്തിൽ നിന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷെ എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഞാൻ ചിന്തിച്ചിരുന്നു. അങ്ങനെ ഫ്രാങ്ക്ലിൻ പാസ്റ്റർ ജോസ് പാസ്റ്ററുമായിട്ട് ഒരു കണക്ഷൻ ആക്കിയിട്ട് ഞാൻ ജോസ് പാസ്റ്ററുടെ കൂടെ പ്രവർത്തിക്കാൻ ദൈവം അവസരം നൽകി. പക്ഷേ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ നടക്കുന്നതെന്ന് ചിന്തിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്നൊരു പാസ്റ്റർ ജോസ് പാസ്റ്ററെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാനിടയായി, പാസ്റ്ററെ, ഏതെങ്കിലും പുതിയൊരു മിഷണറി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി 1 വർഷത്തേക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ആ പാസ്റ്റർ തുടർന്ന് എന്നോട് പറഞ്ഞു, സജിൻ, ഇങ്ങനെ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിലെ അതിശയം എന്ന് പറയുന്നത്, ഈ നാട്ടിൽ നിന്ന് വിളിച്ച പാസ്റ്റർ ജോസ് പാസ്റ്ററിനെ അറിയില്ല, കണ്ടിട്ടില്ല, എന്നെ അറിയില്ല. അദ്ദേഹത്തിന് നെറ്റിൽ നിന്നൊരു നമ്പർ കിട്ടി. ആ നമ്പറിൽ വിളിച്ചിട്ടാണ് പറഞ്ഞത്, പുതിയൊരു മിഷണറിയെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസലോ, ആ കാക്ക എൻ്റെ ജീവിതത്തിൽ ആ 1 വർഷം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുകയോ ഒന്നും ചെയ്തിരുന്നതല്ല. ഏലിയാവിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞിരുന്നു, നിനക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു കാക്കയെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഓൾറെഡി അത് നേരത്തെ ചെയ്തു കഴിഞ്ഞതാണ്. ഒരിക്കലും ഈ കാക്കയുടെ പുറകെ ഏലിയാവിന് പോകേണ്ടി വന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നില്ല. എല്ലാം കാക്കയെ പറഞ്ഞ് കൽപ്പിച്ചിരുന്ന ദൈവം എൻ്റെ ജീവിതത്തിലും ഈ ഒരു കാക്ക പ്രവർത്തിച്ചു. അങ്ങനെ ചില ദിവസങ്ങൾ, ആഴ്ചകൾ കടന്നുപോയി.
ഞാൻ പ്രവർത്തിക്കുന്ന ഏരിയയിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ പെട്ടെന്നൊരു സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം ഒരു 21 days ഫാസ്റ്റിംഗ് ഇരിക്കണമെന്നൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉടലെടുത്തു. അത് പ്രകാരം ഞാനൊരു 21 ദിവസം ഉപവാസം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ സാഹചര്യം എന്ന് പറയുന്നത് കനത്ത ചൂടുള്ള ആ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനു മുന്നോടിയായി ഞാനൊരു മൺകുടമൊക്കെ വാങ്ങിച്ച് അതിലെ വെള്ളം തണുപ്പിച്ച് കുടിക്കാമെന്നല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ മൺകുടമൊക്കെ വാങ്ങിച്ച് അതിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിചാരിച്ചു ഒരു വാട്ടർ കൂളർ ഉണ്ട്, അപ്പോൾ ഈ തണുത്ത കുടത്തിലെ വെള്ളം നമുക്ക് കൂളറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ കൂളിങ്ങും കൂടെ ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി ഞാൻ അന്നേരം ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പോളിത്തീൻ കവറിലാക്കിയാണ് അവർ തരാറുള്ളത്. അപ്പം ഞാൻ ചെയ്തത് കുടിക്കാനുള്ള വെള്ളം ഈ പോളിത്തീൻ കവറിൽ ആക്കിയിട്ട് ഈ കുടത്തിലെ വെള്ളം കൂളറിലും ഒഴിക്കും. അതായത് ഈ കവറിലെ വെള്ളം ഞാൻ കുടത്തിലിട്ട് വയ്ക്കും, പക്ഷേ കുടത്തിലെ വെള്ളം ഞാൻ കൂളറിൽ ഒഴിക്കും. കവറിൽ കെട്ടിയ വെള്ളം ഞാൻ കുടിക്കാൻ ഉപയോഗിച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു, കവർ മാറ്റിയിട്ട് ഒരു കുടവും കൂടെ വാങ്ങിക്കാം, അതാകുമ്പോൾ ഒരു കുടത്തിൽ വെള്ളം കുടിക്കുകയും ചെയ്യാം, ഒരു കുടത്തിൽ വെള്ളം കൂളറിൽ ഉപയോഗിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആയിരിക്കുമ്പോൾ ചിന്തിച്ച് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ജോസ് പാസ്റ്റർ ഒരു കോൾ എനിക്ക് വരുന്നത്. ഒരിക്കലും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളോ ഇതൊന്നും ആരോടും ഷെയർ ചെയ്തിരുന്നില്ല. പെട്ടെന്ന് ജോസ് പാസ്റ്റർ പറഞ്ഞു, സജിന് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ പാസ്റ്റർ പറഞ്ഞു? അപ്പോൾ പറഞ്ഞു, ഒരാൾ ജോലി റിസൈൻ ചെയ്ത് പോവുകയാണ്, അപ്പോൾ അദ്ദേഹം ഒരു ഉപയോഗിച്ചിരുന്ന ഫ്രിഡ്ജ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ദൈവവേല ചെയ്യുന്ന ഏതെങ്കിലും ദൈവദാസന് കൊടുത്തോളാൻ പറഞ്ഞ് ഇവിടെ ഏൽപ്പിച്ചു, അത് നിനക്ക് വന്നാൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ വണ്ടിയിൽ കയറ്റി വിടാം. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് കയറ്റി വിട്ടോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ ഉപവാസത്തിൻ്റെ 17ാമത്തെ ദിവസം, ഹല്ലേലൂയ, ഞാൻ ആ ഒരു മൺകുടത്തിന് വേണ്ടി ആഗ്രഹിച്ചത്, പക്ഷേ ഈ കാക്ക ഒരു ഫ്രിഡ്ജുമായിട്ടാണ് എൻ്റെ അരികിൽ വന്നത്. അങ്ങനെ ആ സംഭവം അങ്ങനെ കഴിഞ്ഞുപോയി. വീണ്ടും ആഴ്ചകൾ മുന്നോട്ട് കടന്നുപോയി. ഏകദേശം ഞാൻ 1.5 വർഷമായിട്ട് ഞാൻ എൻ്റെ ഭവനത്തിലാണ്, ഒരു റൂം ഉള്ള കിച്ചൺ അടങ്ങുന്ന റൂമിലാണ് ഞാൻ ഞായറാഴ്ചകളിൽ പ്രെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു അമ്മയും മകനും ഒക്കെ വരും. അപ്പോൾ അത് ഇത്തിരി ടൗണിൽ നിന്ന് ഇത്തിരി ഗ്രാമപ്രദേശത്താണ്. അപ്പോൾ പുറത്തോട്ട് മാറി ആരാധിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ഞാൻ തുടർന്ന് ഒരു 7 ദിവസത്തെ ഫാസ്റ്റിംഗ് ഇരുന്നു. ഒരു ദൈവം എങ്ങനെ കാര്യങ്ങൾ ഹിതം പോലെ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ 7 ദിവസം ഉപവാസം ഇരുന്നു. അത് കഴിഞ്ഞ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സജിൻ, നിന്നെ അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണം, എന്നെ അടുത്തൊന്ന് വരണമെന്ന് പറയുകയും ഞാൻ അതിന് പ്രകാരം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ 1.5 വർഷമായിട്ട് ആ റൂമിലല്ലേ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, ഒരു കാര്യം ചെയ്യും, ടൗണിലേക്ക് ഒരു സ്ഥലം നോക്കിക്കോ, അല്ലെങ്കിൽ ഒരു റൂം നോക്കിക്കോ, അതിന് എത്രയാണ് റെന്റ് എന്ന് ചോദിച്ചാൽ അത് ഞാൻ കൊടുത്തോളാം എന്ന് പറയുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു റൂം റെന്റ് എടുക്കുകയും ആരാധന ഞങ്ങൾ അവിടേക്ക് മാറ്റുവാൻ ഇടയായി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ആ കാക്ക അന്ന് പ്രവർത്തിച്ചത് എനിക്ക് റെന്റിലൂടെയായിരുന്നു. ചെറുതും വലുതുമായ ആവശ്യങ്ങളും ഒക്കെ വരുമ്പോൾ കാക്കയെ വിടുന്നവർ അതാത് സമയത്ത് കാക്കയെ വിടുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. തുടർന്ന് ആഴ്ചകൾ മാസങ്ങളൊക്കെ കടന്നുപോയി. പെട്ടെന്ന് ഇപ്പോൾ ഞാനിങ്ങനെ ഈ സാക്ഷ്യം ഷെയർ ചെയ്യുന്ന ഈ സമയത്ത് ഇപ്പോൾ ഞങ്ങളുടെ നോർത്ത് ഇന്ത്യൻ മിഷണറിമാരുടെ ഒരു കോൺഫറൻസ് ഇവിടെ കേരളത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഇതിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗുജറാത്തിൽ നിന്ന് നാട്ടിലേക്ക് കടന്നു വന്നു. ഏകദേശം കോൺഫറൻസിന് വേണ്ടുന്ന ദിവസങ്ങൾ അടുത്തു വന്നു. അപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ സ്പ്രേ തീർന്നു പോയി. അത് എടുക്കാൻ ഞാൻ വിട്ടുപോയി, റൂമിലായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്പ്രേ പോയി വാങ്ങിക്കണം. പക്ഷേ എനിക്ക് ചില സെലക്ഷൻ ചെയ്യുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അതിങ്ങനെ മനസ്സിലാകണം, പിന്നെ ആവട്ടെ എന്ന് ചിന്തിച്ച് ദിവസം കടന്നുപോയി. അപ്പോൾ എൻ്റെ പെട്ടെന്ന് എനിക്കൊരു ആഗ്രഹം വന്നു. എൻ്റെ ഒരു പാസ്റ്റർ ചെറിയൊരു സർജറി കഴിഞ്ഞിട്ട് വിശ്രമത്തിൽ, അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പോയി കാണണം, പ്രാർത്ഥിക്കണമെന്നൊരു ആഗ്രഹം വന്നു. അതിന് പ്രകാരം ഞാൻ ആ പാസ്റ്ററെ ഒന്ന് കാണുവാൻ വേണ്ടി പോയി. പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന സമയത്ത് ആ പാസ്റ്റർ പെട്ടെന്ന് ഒരു സ്പ്രേ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. ഞാൻ ഈ ആവശ്യം എൻ്റെ വീട്ടിൽ പോലും അറിയില്ല, ആർക്കും അറിയാത്ത കാര്യമാണ്, മനസ്സിൽ ചിന്തിച്ച കാര്യമായിരുന്നു. പക്ഷേ ആ കാക്ക അവിടെ പ്രവർത്തിച്ചത് ഒരു സ്പ്രേ ആയിട്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് അടുത്ത ദിവസങ്ങളാവുന്നു, കോൺഫറൻസിൻ്റെ ദിവസങ്ങൾ അടുത്തു വന്നു. അപ്പോൾ എൻ്റെ സ്നേഹിതരമായതായിരിക്കുന്ന ദൈവദാസന്മാർ വിളിച്ചു ചോദിച്ചു, സജിൻ എങ്ങനെ കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്ത് പോകുന്ന? ഏകദേശം 50 കിലോമീറ്റർ മേളുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ ഇവർ പല ഭാഗങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ
കാറ് കിടപ്പുണ്ട്, പക്ഷെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ നോക്കട്ടെ എന്ന് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ആ പെട്രോൾ അടിക്കുവാനുള്ള സാമ്പത്തികമാണല്ലോ പ്രധാനം. ഇവരോട് എന്നോട് വിളിച്ചു ചോദിച്ച പാസ്റ്റർമാരോട് പെട്രോൾ അടിക്കാൻ സാമ്പത്തികമില്ല അല്ലെങ്കിൽ നന്മയില്ല എന്ന് പറയാനൊരു മടി അവരിൽ നിന്ന് ചോദിക്കാനും എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ആഗ്രഹം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ചയാണ് മീറ്റിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ വൈകിട്ട് 6 മണി 7 മണി ആകുമ്പോൾ ഞങ്ങൾക്ക് ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് വരണം. അപ്പോൾ തിങ്കളാഴ്ച രാത്രി ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് കിടന്നു. അപ്പോൾ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ ഞാനിങ്ങനെ ഉറങ്ങി കിടക്കുമ്പോൾ എൻ്റെ സഭയിലെ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദേവദാസനെ ഇതുപോലെ നിങ്ങൾ ക്യാമ്പിന് വേണ്ടി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എത്ര മണിക്കാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, ഇന്ന സമയമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത്, ലേഡീസ് മീറ്റിംഗ് നടക്കുകയാണ്, ദേവദാസൻ അതിൽ വന്ന് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു, പാസ്റ്ററെ വേണ്ട, വേറൊരു ദിവസം ആകട്ടെ, ഇനി വരുമ്പോഴാവട്ടെ എന്ന് പറഞ്ഞു. അല്ലല്ല, സമയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ക്യാമ്പിന് പോകേണ്ടുന്നതായ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, സമയമെടുക്കും. കുഴപ്പമില്ല പാസ്റ്ററെ, ജസ്റ്റ് ഒന്ന് വന്ന് അനുഭവമൊക്കെ പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തു. ദൈവം കാക്ക അയച്ചത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരുന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് ലേഡീസ് മീറ്റിങ്ങിൻ്റെതായ ഒരു സ്തോത്രാഴ്ച എന്നെ ഏൽപ്പിക്കുകയും മറ്റു ചിലർ ചില സ്തോത്രാഴ്ചകൾ നൽകി. അത് വീട്ടിൽ വന്നത് നോക്കിയപ്പോഴത്തേന് പ്രൈസിലോ ആ കാക്ക പ്രവർത്തിച്ചത് കണ്ടപ്പോൾ ഞാൻ വളരെയധികം ദൈവത്തെ സ്തുതിച്ചു. കാര്യം, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ ആരോടും പറഞ്ഞില്ലെങ്കിലും അതാത് സമയത്ത് ഏലിയാവിന് വേണ്ടി അയച്ച കാക്ക ഇന്നും ജീവിക്കുന്നുണ്ട്. പ്രൈസിലോ നമ്മുടെ ആരോടും തുറന്നൊന്നും നമ്മുടെ കാര്യങ്ങൾ ആവശ്യങ്ങളൊന്നും ആരോടും പറയണ്ട. അതാത് സമയത്ത് ഇന്നും ആ കാക്ക പ്രവർത്തിക്കാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും, ചെറുതും വലുതുമാണോ, ഹല്ലേലൂയ, നിങ്ങളെയും കൊണ്ട് അഭിമുഖീകരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണെങ്കിലും, ഹല്ലേലൂയ, അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കാൻ ദൈവം ഇന്നും ശക്തനാണ്. കാക്കയെ അയക്കുവാനും ശക്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.